ഹായ് ഹലോ ഇന്ന് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. ഈ രക്തക്കുറവിനും വിളർച്ച അനീമിയ എന്നൊക്കെ പറയില്ല, അതിന് വേണ്ടിയിട്ടുള്ള പറ്റിയൊരു നമ്മൾ വീട്ടിലുണ്ടാക്കാൻ പറ്റിയൊരു ലേഹ്യമാണ് കേട്ടോ. നല്ല ഈസിയാണ്, നോക്കാം. അതിന് നമ്മൾ 1.5 കിലോ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് 1.5 കിലോക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കുക്കറിൽ ഒരു 2 വിസിൽ വരണ വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏതിലാണോ വഴറ്റാൻ പോണത് ആ പാത്രത്തിലേക്ക് നമ്മൾ മാറ്റുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത്, ഞാനല്ല ഉമ്മയാണ് ചെയ്തത് കേട്ടോ. ഇതൊരു ഇരുമ്പ് ചീനച്ചട്ടിയാണ്. അതിലേക്ക് നമ്മൾ ഒരു 2 പാൽ 2 ഗ്ലാസ് ഒഴിച്ചിട്ട് വീണ്ടും ഈ ചെറിയ ഉള്ളി നന്നായിട്ട് വേവിക്കുക കേട്ടോ. അപ്പോൾ അത് നന്നായി കുക്ക് ചെയ്ത് കിട്ടും. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ശർക്കര ഒഴിക്കണം കേട്ടോ. ഒരു ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ആ ശർക്കര പാനി കേട്ടോ. പക്ഷേ ഈ തേങ്ങാപ്പാലും പിന്നെ ശർക്കരയും ഫുള്ള് ഒഴിച്ചു കൊടുത്തിട്ടില്ല, കുറേശ്ശെ ഹാഫാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ലാസ്റ്റ് സ്റ്റേജിൽ ഇത് ഒഴിച്ചു കൊടുക്കും നമ്മൾ. അപ്പോൾ ഇതൊന്ന് തിക്കായിട്ട് വരുന്നുണ്ട്, ശർക്കരയും തേങ്ങാപ്പാലും ഒക്കെ കിടന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് തിക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കണം. ഒരു 1/2 കപ്പും കൂടെ തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കേണ്ട. കുറുക്കിയല്ല, ഭയങ്കര എന്താ പറയുക, തിക്കായിട്ടാണ് ഇത് എടുക്കേണ്ടത്. ലേഹ്യമാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്, അപ്പോൾ അത്ര തിക്കായിട്ട് എടുക്കട്ടെ. പിന്നെ കുറച്ച് ശർക്കര കൂടെ നമ്മൾ പിന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. വിറകടുപ്പിൽ ഉണ്ടാക്കിയ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതിന്. ഗ്യാസിലുണ്ടാക്കിയാലും ടേസ്റ്റിന് മാറ്റൊന്നും ഉണ്ടാവില്ല, എന്നാലും വിറകിൻ്റെ ആ പുകയും അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അങ്ങനെ ഇതിങ്ങനെ തിക്കായിട്ട് വരുന്നുണ്ട്. എന്നാലും ഇത് ഒന്നും കൂടെ തിക്കാവാൻ വേണ്ടി നമ്മൾ ഒരു പിടി കുറച്ച് അരിപ്പൊടിയും കൂടെ നമ്മൾ ഇതിൽ ആഡ് ചെയ്യും കേട്ടോ. അത് തിക്കെന്ന് വെച്ചാൽ വല്ലാതെ തിക്കല്ല, ഒരു പിടി അരിപ്പൊടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ തിക്കായിരിക്കും കേട്ടോ. ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ, ഞാനല്ല ഉമ്മേനെ പിന്നെയും പറയാണ് കേട്ടോ. അത് നന്നായിട്ട് അത് വഴറ്റെടുക്കുക. അപ്പോൾ ഒന്നും കൂടെ നമ്മൾ ലേഹ്യം പോലെ നമുക്ക് സ്പൂൺ കൊണ്ട് കഴിക്കാൻ പറ്റും. ഇത് കുറേ കാലം കേടുകൂടാതെ ഇരിക്കും കേട്ടോ, ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ. പക്ഷേ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അധികം വെക്കാനൊന്നും പറ്റില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.